സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് ചൂടാണ്. ഇപ്പം ചൂട് കൊണ്ട് ചില ആൾ ഇങ്ങനെ ആക്കുന്നുണ്ട്. കഴിഞ്ഞ എന്തൊരു മഴയാന്ന് പറഞ്ഞാലാണ് ഇപ്പം എന്തൊരു ചൂട്. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ല. നല്ല ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലവും കടന്നു പോകും. ഇപ്പോൾ നല്ല കാലം നമ്മൾ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. സോ വളരെ വളരെയേറെ സന്തോഷമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള GTS നടത്തപ്പെടുന്ന ഏറ്റവും പ്രൗഢിയുള്ള GTS ആണ് മലപ്പുറത്ത് നടക്കുന്നത്. കേരളത്തിൽ കമ്പനിയുടെ GTS ഒരുപക്ഷെ വിത്തൗട്ട് പേയ്മെന്റ് നടത്താൻ കഴിഞ്ഞിട്ട് ആഴ്ചകളായി. അതിനു മുമ്പും വളരെ ശക്തമായി നടക്കുന്ന GTSകളിൽ ഒന്നാണ് കമ്പനിയുടെ പ്ലാറ്റ്ഫോമാണ് മലപ്പുറത്തുള്ളത്. കമ്പനിയുടെ ശക്തമായ GTS നമ്മളുള്ള ബോധം നോക്കണം. അതിനനുസരിച്ചുള്ള ഒരു ആവേശം കാണിക്കണ്ടേ. എന്ത് സ്ട്രോങ് ചെയ്യാൻ പറ്റില്ല. ഈ വലിയ കണ്ട് ഞാൻ ഇങ്ങനെയാണ്. എല്ലാവരും അടിക്കുന്ന ഒച്ച കേൾക്കുമല്ലോ, എൻ്റെ അടിയിലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചില തോന്നലാണ് എനിക്ക്. താൻ ചെയ്യേണ്ടത് താൻ തന്നെ ചെയ്യണം. കറക്റ്റല്ലേ? ഒരാൾ ചെയ്യേണ്ടതും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ ദീർഘകാലം ചെയ്തു കൊടുത്തുകൊണ്ട് ആർക്കും അറിയാം. യെസ്. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടി ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാം. കോഴിക്കോട് ജില്ലയിൽ മേപ്പേര് സ്വദേശിയാണ്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് അധ്യാപക മേഖലയിൽ ദീർഘകാലം ഉണ്ടായിരുന്നു. പിന്നീട് ബാങ്കിലായിരുന്നു ജോലി. അപ്പോഴും അധ്യാപക ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എന്നെ ഒരാൾ വന്ന് ഈ ബിസിനസ് പരിചയപ്പെടുന്നത്. ഇപ്പോഴും മാഷെന്ന് വിളിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേര് വന്ന് വീണാൽ പിന്നെ നമ്മൾ അതും കൊണ്ടേ പോകും. ഇപ്പൊ 10 വർഷമായി ഞാനൊരു അധ്യാപക മേഖലയിലേ ഇല്ല. ഫുൾ ടൈം ലൈഫ് ടൈം മൈലേജ് ചെയ്യാം. ഞാൻ തോന്നില്ല, എന്നാലും മാഷെ തന്നെ പേര് വന്നാൽ അത് കൊണ്ടേ പോകും. ചില പേര് വരാതിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ ബാങ്കിലിരിക്കുകയാണ് ഒരു വ്യക്തി വന്ന് എന്നെ പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അധ്യാപകനാണ്, മാഷാണ്, ഞാൻ ഈ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി തോന്നൽ കൂടുതലായിരുന്നു. എനിക്കവിടെ നിങ്ങൾക്കല്ല, അത് മിടുക്കന്മാരാണ്. ഈ സോപ്പ് വിറ്റിട്ട് ഞാൻ എനിക്ക് നടക്കില്ല. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ? ഡയറക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഈ തൂക്കി വിൽക്കുന്ന പണിയല്ലേ. പലരുടെയും കാഴ്ചപ്പാടാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമാണ്. എൻ്റെ കാഴ്ചപ്പാടാണ് കാരണം. അങ്ങനെ 7 തവണ അദ്ദേഹം വന്നു. പല പ്രാവശ്യം അദ്ദേഹം ഇച്ചിരി പുറത്തെടുത്താൽ മതി, 2 ആൾ തന്നാൽ മതി, ബിസിനസ് വരും, വലിയ മേഖലയിലെത്താം, ഈ കാലഘട്ടത്തിലാണ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ 2,14,000 യഥാർത്ഥത്തിൽ കിട്ടും. നിങ്ങൾ വന്ന് ഇച്ചിരി പുറത്തെടുത്താൽ മതി, 2 ആളെ കണ്ടാൽ മതി, 2,10 കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇത്രയും പഠിച്ച് ബാങ്കിൽ കയറിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയൊക്കെ കിട്ടി? കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, സാധ്യതയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വയനാട് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആർക്കും കിട്ടാത്ത പണിയാണല്ലോ നിങ്ങൾ എനിക്ക് തരുന്നത്. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കിട്ടി? അപ്പൊ അന്നേരം ചിരിയാണ്, സുന്ദരമായ ചിരി. എനിക്ക് കിട്ടുമല്ലോ, ഒരു ഉണ്ടെങ്കിൽ കിട്ടില്ല. തൊട്ടു മുമ്പ് പറഞ്ഞത് കേട്ടാൽ 17 ലക്ഷം മാച്ച് ചെയ്താൽ 2,10,000 കിട്ടും. ആഴ്ചയിൽ 2,10 വെച്ചാൽ മാസത്തിൽ 8,40,000 കിട്ടും. അങ്ങനെ ഒച്ചത് പറഞ്ഞാൽ തീയും ശരിയാ കിട്ടില്ല. കിട്ടുന്ന എല്ലാം പറയാൻ കിട്ടുമെന്ന് അയാൾ പറഞ്ഞുള്ളൂ. പക്ഷെ അയാൾ സംസാരം കേട്ടാൽ കഴിഞ്ഞ ആഴ്ച ഉറപ്പാണ്. ആ സൊസൈറ്റിയുടെ സ്വഭാവം അല്ലേ? തൊഴിക്കുന്നവനെ തൊഴുന്നവനെ തൊഴിക്കുക. സൊസൈറ്റിയുടെ സ്വഭാവം. കർശനമായിട്ട് പറഞ്ഞാൽ ഓന്ന് പറയും, മെല്ലെ പറഞ്ഞാൽ ചവിട്ടാവും. അപ്പൊ പറയുന്നുണ്ടെങ്കിൽ കരുത്തോടെ പറഞ്ഞു. ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. വിജയിക്കുന്നവരും പരാജയപ്പെട്ടവരും തമ്മിൽ ഒരു വ്യത്യാസം, അവർ പറയുന്നത് ക്ലാരിറ്റിയോടെ കരുത്തോടെ പറയും. മറ്റുള്ളവർ ഊഹിച്ചും സംശയിച്ചും മെല്ലെ പറയും. ഓൺലി സ്ട്രെങ്ത് റെസ്പെക്ട്. കരുത്തുള്ളവരെ മാത്രമേ കരുത്തുള്ളവരെ.
അപ്പം അദ്ദേഹം പിന്നീട് പറയും, മാഷെ ഉത്തരേന്ത്യയിൽ ആരൊക്കെയോ 2 വാങ്ങിയിട്ടുണ്ട്, കേരളത്തിൽ ആരും അന്ന് കേരളത്തിൽ പ്രവർത്തിച്ച ആരും 2 വാങ്ങിയിട്ടില്ല, കേരളത്തിൽ പ്രവർത്തിച്ച ആരും അന്ന് 2 വാങ്ങിയിട്ടില്ല 10 വർഷം മുമ്പ്. പക്ഷെ ഇവിടെ മഹാരാഷ്ട്രയിൽ 6 പേര് വാങ്ങിയിട്ടുണ്ട്, രാജസ്ഥാനിൽ 4 പേർ, കർണാടകയിൽ 3 പേർ, തമിഴ്നാട്ടിൽ 2 പേർ, കേരളത്തിൽ ആർക്കും ഇല്ല. ആരെങ്കിലും ഒരാൾ ഇതിലൂടെ 2 വാങ്ങിയാൽ ഞാൻ എന്തായാലും പാവം മാഷ. കാരണം ഒരു മേഖലയിൽ ഒരാൾ വിജയിച്ച് കയറിയാൽ ആ മേഖലയിൽ മറ്റെല്ലാവർക്കും വിജയിക്കാം. ആ വിജയിച്ചാൽ എടുത്ത പണിയെടുത്താൽ മതി. ആ വിജയിച്ചാൽ എടുത്ത പണിയെടുത്താൽ നമുക്ക് വിജയിക്കും. ഞാൻ എന്തായാലും അത്യാവശ്യക്കാരാണ്, അതിന്റെ യോഗ്യത ഞാൻ അത്യാവശ്യക്കാരാണ്. എന്റെ തോട്ടം മേഖല തകർന്നുപോയി, ഇപ്പൊ ഞാൻ ടാക്സ് ഓടിക്കാണ്, അതിപ്പം ടാക്സ് എന്റെ തന്നെ അടവേ തെറ്റി, എപ്പൊ പിടിച്ചുകൊണ്ടുവന്ന് അറിയില്ല. ഞാൻ എന്തായാലും വിജയിക്കും, ഞാൻ 2 എന്തായാലും ആവും. കൂടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കും മാഷ, ഞാൻ എന്തായാലും ആണ് കൂടെ നിങ്ങൾക്ക് വാങ്ങിച്ചു. 2 പേര് MS പ്രസാദാണ് വാങ്ങിക്കുന്നത്. ആ ഒരു സംസാരം കേട്ടാൽ ഏതൊരു സാധാരണക്കാർക്കും ഈ തണല് പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളെങ്ങനെയാ പറയുക, വന്നു നോക്ക് എന്തെങ്കിലും കിട്ടിയാലോ, ഹെയർ ഓയിൽ തേച്ചു അഥവാ മുടി കൊഴിച്ച് മാറിയാലോ, പറയുന്നത് ക്ലിയർ ആയിട്ട് പറയണം. മഹാപ്രജ്ഞാനത്തെ ഹെയർ ഓയിൽ ഒലീവ് ഓയിലാണ്, അതിന്റെ ബേസിക് ഓയിൽ, ഡെൻസിറ്റി വളരെ കുറവാണ്, മുടിയുടെ അടിത്തട്ടിലേക്ക് ലെയറുകളിലേക്ക് ഇറങ്ങിച്ചിട്ട് മുടി അറ്റപ്പെടുന്ന മുടി കൊഴിച്ചിട്ട് തടയും. ആ കാലതാണ് മാറും, മൈഗ്രെയിൻ തലവേദന സമരണം ഞാൻ ഗ്യാരണ്ടി. ഇങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് എന്താ പറയാ, അഥവാ മുടി വെച്ച് മാറിയാലോ, ആര് വരാൻ? അപ്പൊ ആളുകൾ വരാത്തത് അവർക്ക് സംശയം ദൂരീകരിക്കാനുള്ള കപ്പാസിറ്റി നമ്മൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അത് പറയുന്നതിന്റെ വെടുപ്പായിട്ട് പറയും. നമ്മൾ പ്രോസസ് ചെയ്യണം, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. നമ്മൾ പറയുമ്പോൾ ആധികാരികത ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാവും. അറിവിനേക്കാൾ വലുതാണ് അനുഭവം. അങ്ങനെ 10 വർഷക്കാലം മുമ്പ് ഞാൻ ആലോചിച്ചു, എന്നാൽ സോപ്പ്, പേസ്റ്റ്, ഹെയർ ഓയിൽ, ഫേസ് വാഷ്, ഹാൻഡ് വാഷ് എല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. 1ഉം 2ഉം കുറച്ച് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. വീട്ടിൽ കൊണ്ട് വെച്ചാൽ 4 മാസം കൊണ്ട് തീരും. കടയിലേക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് 2000 കിട്ടുന്നില്ല, എനിക്ക് നഷ്ടമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എന്താ വർഷങ്ങൾക്ക് വർക്ക് കൊടുക്കുമ്പോൾ പ്രോഡക്റ്റ് നല്ലതാണ്, പക്ഷെ 2 പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് അവൻ ആലോചിക്കും, അഥവാ 2 സ്ഥിരമായി കിട്ടിയാൽ ഞാൻ ഉണ്ടാക്കും, അഥവാ കിട്ടിയില്ല എന്താക്കും. അത് സ്റ്റാർട്ട് ചെയ്യില്ല. സ്റ്റാർട്ടിങ് പിന്നെ ആലോചിക്കല്ലോ, 2 ആദ്യം ചിന്തിക്കുക. ആദ്യം നിങ്ങൾ മേലെ 2 ചിന്തിക്കണ്ട, അത് വിട്ടേക്ക്. 2000 ആഴ്ച പ്ലാൻ ചെയ്യും. മാസത്തിൽ 8000 അത് കിട്ടും. 5000 ബാധ്യത മാസത്തിൽ 20000 കിട്ടും. 100 സ്റ്റെപ്പുള്ള കോണി 100ാമത്തെ ചാടിക്കാരനാണ്, തലമുടി വരും. 1ാമത് കയറിയിട്ട് പിന്നെ വേഗത കൂട്ടിയാൽ മതി. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പട്ടിയായി കഷ്ടപ്പെട്ട് വിജയിച്ചു. കാരണം എളുപ്പത്തിൽ നേരിട്ട് തീർക്കാൻ നിൽക്കില്ല. പെട്ടെന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് ധാരാളത്തിലെത്തിയാൽ അഭിനയിച്ചുകൊണ്ടെത്തിയാൽ അവിടെ കാലിൽ വീണാൽ തിരിച്ചു കയറാൻ പറ്റില്ല. വീണെടുത്ത് കിടക്കും. പട്ടിയായി ധാരാളിത്യത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ കാലിൽ വീണാലും തിരിച്ചു കയറാൻ 100 വഴികൾ നിങ്ങളുണ്ടാവും. അതുകൊണ്ട് അധ്വാനിച്ചും കഷ്ടപ്പെട്ടും നേടേണ്ടത് നേടിയെടുക്കണം. വെറുതെ വേർപ്പൊഴുക്കിയിട്ട് നേടിയെടുക്കണം. ആരും റെഡി? അതിന് പറ്റിയ ഈ ഭൂമുഖത്ത് ഇത്ര മൂല്യമുള്ള അവസരം ഈ നൂറ്റാണ്ടിന് വേറെയില്ല. തെളിയിക്കപ്പെട്ടവർ കഷ്ടപ്പെട്ടില്ല. GTS എടുക്കുമ്പോൾ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം 10,000 മേച്ച് ചെയ്താൽ 1200 കിട്ടും, അല്ലെ? 20,000 മേച്ച് 2400 കിട്ടും. അല്ലാണ്ട് ആദ്യം തന്നെ 210 കിട്ടുമെന്ന് പറഞ്ഞില്ലല്ലോ. വിത്ത് ഇട്ടേക്ക് തേങ്ങ കുഴിച്ചിട്ട് പിറ്റേന്ന് തന്നെ തേങ്ങ പറിക്കാനോ? കുഴിച്ചിട്ട് മാറ്റി 2 വരും തണ്ട് വരും പുഷ്പിക്കും. പരിചരണം നന്നായി നടന്നാൽ എത്രയും പെട്ടെന്ന് കായ്ഫലം തരും. നന്നായി പരിചരിക്കാൻ പഠിച്ചാൽ അതാണ് ഇതിന്റെ പ്രത്യേകത. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്റെ ബാങ്കിലെ 11 സ്റ്റാഫിനോടും അഭിമാനത്തോടെ പറയാൻ തുടങ്ങി. ആദ്യം ആവേശത്തിൽ പറഞ്ഞു, പിന്നീട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെല്ലാം ഞാൻ ധരിച്ചു വിട്ടു. നീ 2 വാങ്ങിച്ചു, ഞാനൊക്കെ സമ്മതം. ആരും സ്റ്റാർട്ട് ചെയ്തില്ല. അങ്ങനെ
അങ്ങനെ 8-9 മാസക്കാലം ഞാൻ പുറത്തുള്ള 2-3 പേരോടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരാരും സ്റ്റാർട്ട് ചെയ്തില്ല. കാരണം മുറ്റത്തെ മുല്ലേക്ക് മണമില്ല. ഇവനെന്ത് കുറച്ച് ലോൺ കൊടുക്കാൻ അറിയാം, ബുക്ക് എഴുതാൻ അറിയാം, കൗണ്ടർ ലഭിക്കാൻ അറിയാം. ഇവനെന്ത് ഡിഫറൻസ് ആയിരുന്നു? മറ്റുള്ളവർ നമ്മളെ പുച്ഛത്തോടെ താഴ്ത്തി കാണിക്കുന്നത് നമ്മളെ കഴിവെന്താണെന്ന് അളക്കാനുള്ള പക്വതയും കഴിവും അവർക്കില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നമുക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിൽ പ്രകടിപ്പിക്കണ്ടേ? എന്നാലേ കാണുള്ളൂ. പഞ്ചസാര ടീമിൽ അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് മധുരിക്കൂ. എന്നാ പഞ്ചസാരക്ക് മധുരം ഇല്ലേ? ഉണ്ട്. അതെടുത്ത് നാവിൽ വെക്കുമ്പോഴല്ലേ മധുരം ഉണ്ടാവൂലേ? നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, കഴിവുകളുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴേ വിജയം ഉണ്ടാവും. പ്രയോഗിക്കാത്ത എന്ത് കഴിവും റിസൾട്ടിലേക്ക് എത്തില്ല. അവൻ ഒരുപാട് ബന്ധമുണ്ട്, ഒരുപാട് ഭാഷകൾ സംസാരിക്കും, പക്ഷെ ആരോട് മിണ്ടില്ല. നല്ല കാര്യമുണ്ട്. ടിന്നിനടച്ച പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്നാ ചിലരുടെ വിചാരം. തെരുമ്പെടുത്ത് പോകത്തേ ഉള്ളൂ. അപ്പൊ ഉള്ളത് പ്രയോഗത്തിൽ എത്ര മക്കളെ? ബന്ധുക്കളോട് മുഴുവൻ പറയാനും സുഹൃത്തുക്കളോട് പറയാനും വരട്ടെ. വന്നിട്ടെന്തെങ്കിലും ആവട്ടെ, വരുന്നതിന് പറയും. അഥവാ അമ്മയുടെ അനിയത്തിന്റെ മോക്ക് ഏറോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേണ്ട, അവിടെ പറയാം, അറിയില്ല, ശരിയാവണ്ട, നിങ്ങൾ വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 8-9 മാസം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. അവിടെ കാണിച്ചു ബാങ്കിലുള്ള കുത്തല് കൊണ്ട് അവര് പറയും നിനക്ക് വിവരമുണ്ട് പക്ഷെ ബുദ്ധിയില്ല. സോപ്പ് വിറ്റ് എങ്ങനെ കോടികളില്ല? അവരൊറ്റത്ത് പറഞ്ഞുകൊണ്ട് 14 നാളും പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു സംഘടിതമായി പറഞ്ഞു ഇതാണ് ശരിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 1000, 2000, 3000 കിട്ടി. അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് പറയും 1800 ആഴ്ചയിൽ വരുമാനം കിട്ടി. സോറി, എന്റെ സീനിയർ സാറിനോട് പറഞ്ഞു ഒരാഴ്ചയിൽ ഞാൻ ലീവ് എടുത്ത് ചെയ്ത് എനിക്ക് ആഴ്ചയിൽ 1800 കിട്ടി. അപ്പൊ അയാൾ പറഞ്ഞു ഒരാഴ്ച പണിയെടുത്ത് 1800 കിട്ടിയുള്ളൂ. ബംഗാളിക്ക് ഒരാഴ്ചയിൽ 7000 കിട്ടും. ഞാൻ എനിക്ക് പറയണ്ടായിരുന്നു. തുടക്കത്തിലെ വരുമാനം മറ്റുള്ളവർക്ക് അട്രാക്റ്റീവ് അല്ല. പക്ഷേ 1800 18,000 ആക്കാമെന്നും അത് 50,000 ആക്കാമെന്നും 2-10 ആക്കാമെന്നും നമുക്കല്ലേ അറിയൂ. അതിന്റെ പ്രവർത്തനം അറിയില്ല. അങ്ങനെ ഒക്കെ കളിയാക്കി. സോപ്പിനകത്ത് കൊടുത്തില്ല. പെട്ടെന്ന് സോപ്പിന്റെ റിസൾട്ട് ഒടുക്കത്തല്ലേ? അല്ലെ, ഒടുക്കത്തന്നെ. പേരിനൊരു സോപ്പാണ്, പക്ഷെ ഒടുക്കത്തെ റിസൾട്ടാണ്. ഞാൻ ബാങ്കിൽ എല്ലാവർക്കും കൊടുത്തു. അപ്പൊ ഒരു ദിവസം ഞാൻ ഇയാൾ വെളുത്ത സുമുഖനായിരുന്നു. മുഖമൊക്കെ മാറി നല്ല ചിങ്കനായിട്ടുണ്ടല്ലോ, സോപ്പിന്റെ റിസൾട്ട് ആയിരുന്നില്ലേ? അപ്പൊ അയാളുടെ മുഖം പാടി. അല്ലെങ്കിൽ എന്റെ മുഖത്തെന്തായിരുന്നു കുഴപ്പം? ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നു. നീ ഒരു സോപ്പ് കൂടി തന്നേക്ക്, ഞാൻ ചെന്തി. അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. മലയാളികൾ പ്രൊഡക്റ്റ് വാങ്ങും റിസൾട്ട് ഉണ്ടാവും, പക്ഷെ സമ്മതിച്ചു തരില്ല. അവരുടെ സമ്മതം നോക്കി നടന്നാൽ നമ്മൾ ബിസിനസ് നടക്കുകയില്ല. അവരുടെ സമ്മതം നോക്കി നടന്നാൽ നമുക്ക് ബിസിനസ് നടക്കുകയില്ല. നമ്മൾ ചെയ്യേണ്ട വഴി ചെയ്യുക. അവസാനം അവൻ പാലാകുള്ളിക്ക് സമ്മതിക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ 10 മാസങ്ങൾ പിന്നിടുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ടാലന്റ് ട്രിപ്പ്, കേരളത്തിൽ ആദ്യത്തെ ടാലന്റ് ട്രിപ്പിനായി പ്രസാദ്. അപ്പോൾ എന്റെ വരുമാനം 36,600 രൂപ ആഴ്ച വരുമാനം വർദ്ധിച്ചു. പോയി തിരിച്ചു വരുമ്പോഴേക്കും ഒരു തീരുമാനമെടുക്കാൻ ആ ട്രിപ്പ് എന്നെ സഹായിച്ചു. വന്ന് 1 മാസം ലീവ് എടുത്ത് ചെയ്യാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഒരു 10 വർഷക്കാലമായി ഫുൾ ടൈം ഒരു ലൈഫ് ടൈം കരിയർ ആക്കി. അതിനുശേഷം സജീവമായി ചെയ്തു. എന്റെ പൾസർ ബൈക്ക് മാറ്റി, വേറൊരു കാർ എടുത്തു, പിന്നീട് ലാപ്ടോപ്പായി, പിന്നീട് ഹോണ്ട സിറ്റി എടുത്തു. 3-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് അപ്പോഴും കളിയാക്കൽ ജോറായ കളിയാക്കണം. താഴ്ത്ത് പോയാലും ബാഗ് കൊണ്ട് പോയവരെ താഴ്ത്തിലാന്ന് അറിയാം. ചിലപ്പോൾ മലപ്പുറത്ത് പോയായിരിക്കും. പുറത്തുള്ളവർക്ക് എന്ത് പറയാം? എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നമ്മൾ മെനക്കെടുത്. കൂടെയുള്ളവർക്ക് വിശ്വാസം കൊടുത്താൽ മതി. അവർ വിശ്വസിക്കും. ആ കൂട്ടത്തിലുള്ളവരെ വിശ്വസിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ മുന്നോട്ട് പോയി 4-ാമത്തെ വർഷം CTC കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്ററായി. ഏതാണ്ട് റിസൈൻ ചെയ്ത 8 വർഷം കൊണ്ട് 2016 ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോൾ 2,10,000 എന്റെ കോർഡിനേറ്ററായി. ഞാൻ വാങ്ങിയ മാറ്റം നിങ്ങൾക്ക് വാങ്ങിച്ചിരുന്നു പറഞ്ഞ അതേ വ്യക്തി എനിക്ക് 2,10,000 വാങ്ങിച്ചതെന്ന് ഉറപ്പിച്ചു തന്നിട്ട് അതേ വെള്ളിയാഴ്ച ആദ്യത്തെ 2,10,000 രണ്ടാളും ഒരേ
4ാമത് വർഷം CTC 2018 ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ വന്നിരിക്കുന്ന 70 ലക്ഷം രൂപയുടെ BMW GT സ്വന്തമാക്കി ഒരു വീട് വെച്ചു, 3-4 പ്രോപ്പർട്ടി വാങ്ങി, 1 കോടിക്ക് മുകളിലുള്ള ഒരു സ്ഥലം വടകരയിൽ ഹൈവേ സൈഡിൽ 2ാമത്തെ ഒരു വീട് വെക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നവംബറിൽ 4ാമത്തെ തവണ തായ്ലൻഡ് ട്രിപ്പിൽ പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നു. ബാങ്കിൽ 11 നാളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല. അവരിടയ്ക്ക് ഞാൻ പറയും, നീ അതൊന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. ഞാൻ അവരെ കാണിപ്പിച്ചാണ്. അന്ന് തത്വോപദേശമാണ്. വെയിൽ കൊള്ളണ്ടേ, മഴ കൊള്ളണ്ടേ, ഇവിടെ AC ഇരുന്നാൽ പോലെ അവിടെ ഇരിക്കട്ടെ, അവിടെ സമാധി അടക്കാം. ഇപ്പൊ 11 പേര് കൂടി വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് മാസത്തിൽ എന്ത് ചെയ്തു എന്നല്ല, എന്ത് നേടി. അത് പ്രധാനപ്പെട്ട ഘടകം. അതാണ് നമ്മൾ പഠിക്കുന്നത്. എന്ത് ചെയ്തു എന്നതിനേക്കാൾ എന്ത് നേടി എന്നത് പ്രധാനപ്പെട്ട ഘടകം. അവർക്ക് കൊടുക്കുന്ന തിരക്ക്, എനിക്ക് തിരക്കാണ്, ഞാൻ വീട്ടിൽ പോകും, അയ്യോ ഇപ്പൊ തിരക്കാണ്, എനിക്ക് സംഘമുണ്ട്, അവിടെ പോയി, അയ്യോ ബാങ്കിൽ വിട്ടാൽ എനിക്ക് വേറെ പോകാണ്, തിരക്കായിരുന്നു. ഇപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞാൻ പറയാം എനിക്ക് ഇച്ചിരി തിരക്കാണ്. ഒടുക്കത്തെ സ്വീറ്റാണ് BMW GT എന്ന് പറഞ്ഞാൽ സ്പോർട്ട് ബോർഡിൽ കേട്ടാൽ നല്ലൊരു പോക്കാണ്. മുന്നിൽ വണ്ടി ഇല്ലെങ്കിൽ കേട്ടോ. പക്ഷെ എന്റെ പഞ്ചായത്തിൽ മേപ്പയിലെത്തി അത് മെല്ലെ. ഏറ്റവും നല്ല പ്രതികാരം, ഏറ്റവും നല്ല വിജയം മാത്രമാണ്. വിജയിച്ച് കാണിച്ചു കൊടുക്കണം. പറഞ്ഞു നടത്തിയ കാര്യമില്ല. ചിലവർക്ക് പറഞ്ഞു പാടി നടക്കണം. പറയുന്നതിൽ ഭയങ്കര മക്കളെ ചെയ്യുന്നിത്തിരിയാണോ. പറയൽ കണ്ടവർക്ക് ഇയാളെ കണ്ടാ പഠിക്കരുത്, പറയൽ കണ്ട അയാളെ കണ്ടാ പഠിക്കരുത്, പ്രവർത്തിച്ച ആളെ കണ്ടു പഠിക്കരുത്. പറഞ്ഞല്ല, വാക്കുകൊണ്ട് ആവേശം കൊടുക്കുന്നതിനേക്കാൾ പ്രവൃത്തി കൊണ്ട് പ്രചോദിപ്പിക്കുക. പ്രവർത്തിച്ചോളൂ. തത്താന്നൊരു പക്ഷി ഉണ്ട്, അറിയില്ലേ? അങ്ങനെ ഒരു പക്ഷി ഉണ്ട് കേട്ടോ. നന്നായി സംസാരിക്കും. പക്ഷികൾ സംസാരിക്കും, പക്ഷെ ഒരിക്കലും കളവ് പറയില്ല. കണ്ടതും കേട്ടതേ പറയും. മനുഷ്യൻ പറഞ്ഞു തുടങ്ങി എന്തൊക്കെ പറയുന്ന ആൾക്ക് കണ്ടതും കേട്ടതാണോ പറയാം, ഊഹിച്ച് പറയുന്ന പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ നിങ്ങളെ ഗണത്തിൽ എണ്ണാൻ കഴിയുള്ളൂ. ഊഹിക്കുന്ന കാര്യം എണ്ണത്തിൽ കഴിയില്ല. ചെയ്യുന്ന പ്രവൃത്തി എണ്ണപ്പെടുന്നു, ഊഹിക്കുന്നതും ആലോചിക്കുന്നതും എണ്ണത്തിൽ ഉണ്ടാകില്ല. തത്ത നന്നായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു വലിയ കാട്ടിൽ വലിയൊരു മരത്തിന്റെ മുകളിൽ തത്ത ഇങ്ങനെ സംസാരിച്ച് പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് തൊട്ടടുത്ത് ഒരു കൊമ്പിൽ വന്നൊരു പരുത്ത് വന്നിരുന്നു. പരുത്ത് തത്തായിരിക്കുന്നത് ഇടയ്ക്കെങ്ങനെ കീന്ന് വെച്ചുണ്ടാക്കിയിരുന്നു. അപ്പൊ തത്ത ചോദിക്കാം, നീ ഇതുവരെ കണ്ടില്ലല്ലോ സുഹൃത്തെ, രാജ്യയിലോ കാണുന്നത്, ഇടയ്ക്കിടയ്ക്ക് കാണാത്തില്ല, എന്താ രാജ്യം കാണാത്തത്? അപ്പൊ നീ എത്രത്തോളം ഉയർത്തി പറക്കും? നീ ഈ മരത്തിന്റെ മുകളിലോളം നീ പറക്കുവോ? ആ മരത്തിന് താഴത്തോളം പറക്കുവോ? ആ പർവ്വതത്തിന് ഉച്ചിയോളം പറക്കുവോ? അപ്പൊ പറയുമ്പോൾ ഞാനങ്ങനെ ഉയരൊന്നും നോക്കാറില്ല, അന്ന് പറക്കാറില്ല. എന്നാൽ ഞാൻ പഠിപ്പിക്കുക. തത്ത കൂട്ടിക്കൊണ്ടുപോകണം. മരത്തിന്റെ മുകളിൽ, മറ്റേ മരത്തിന്റെ താഴെ, പിന്നെ പർവ്വതത്തിന്റെ ഉയരത്തിൽ, ശിഖരത്തിൽ, അങ്ങനെ 100 മരത്തിലാകുമ്പോഴത്തേക്ക് മരത്തിന്റെ ഉയരത്തിൽ പറയുമ്പോൾ ഈ തത്ത ക്ഷീണിച്ച് വേർത്തൊരു കൊണ്ടിരിക്കുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പരുത്തിന്റെ പറക്കൽ തുടങ്ങിയത്. അതങ്ങനെ അനന്തതയിലേക്ക് പറക്കുക. തത്ത കണ്ടിങ്ങനെ ക്ഷീണിച്ച് നിൽക്കുക. പരുത്ത് നോക്കും, പിന്നെ തത്തയില്ല. അത് നല്ല തിരിച്ചു വന്ന അടുത്ത കൊമ്പിൽ വന്നിരുന്നു. അപ്പൊ തത്ത ചോദിക്കുക, അല്ല സുഹൃത്തെ, കൂട്ടുകാരാ, നീ എന്താ ഇത്ര കഴിവുള്ളത് എന്നോട് മുമ്പ് പറയാതിരുന്നത്? നീ ഇത്രയും മിടുക്കനാണോ? എങ്കിൽ എന്നോട് പറയണ്ടായിരുന്നു. അപ്പൊ പരുത്ത് പറയാം, ഞങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണ്, ഒന്നും പറഞ്ഞു നടക്കാറില്ല, ചെയ്യേണ്ട സമയത്ത് ചെയ്ത് കാണിക്കാറേ. നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ട കാര്യം ചെയ്ത് കാണിക്കുക. പറയേണ്ട സമയത്ത് മാത്രം പറയുക. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ പോലും പറഞ്ഞ് തന്നെ റെക്കോർഡിൽപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചെയ്തത് മാത്രമേ നിങ്ങൾ റെക്കോർഡിൽപ്പെടുള്ളൂ. അതുകൊണ്ട് അതാണ് സത്യം. ആരിലൂടെ ജനിക്കുന്നു എന്നത് നമ്മുടെ തീരുമാനമല്ല. ഞാൻ ഇന്നടത്തിൽ ജനിക്കുന്നു തീരുമാനിച്ചിട്ടാണോ നിങ്ങൾ ഇന്നടത്തിൽ ജനിച്ചത്? അങ്ങനെയല്ല. ആരിലൂടെ ജനിക്കുന്നു എന്നത് നമ്മുടെ തീരുമാനമേ ഇല്ല. പക്ഷെ ആരുടെ കൂടെ പ്രവർത്തിക്കുന്നു, ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. എവിടെ പ്രവർത്തിക്കുന്നു, ആരുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്.
കറക്റ്റ്. നിങ്ങൾ പറവകളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അനന്തതയിൽ നിങ്ങൾക്ക് വിഹരിക്കാൻ കഴിയും. ഉരകങ്ങളിലൂടെ ജീവിക്കുകയാണെങ്കിൽ മണ്ണിൽ എഴഞ്ഞ് നടക്കാം. നാൽക്കാലികളിലൂടെ ജീവിച്ചാൽ തല താഴ്ത്തി നടക്കാം. ഇരുകാലികളിലൂടെ ജീവിച്ചാൽ തല ഉയർത്തി നിൽക്കാം. ആരുടെ കൂടെ എവിടെ പ്രവർത്തിക്കുന്നു എന്നത് നിങ്ങളുടെ തീരുമാനം. യഹോവയ്ക്ക് ഒരു ജന്മം മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ സ്വപ്നങ്ങളും ചിന്തകളും കൈമുതലാക്കുന്നവരുടെ കൂടെ വേണം ഈ ഭൂമുഖത്തിലെ വിലപ്പെട്ട സമയം നമ്മൾ ചെലവഴിക്കാൻ. ഈ ഭൂമുഖത്തെ ഏറ്റവും വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ സ്വപ്നങ്ങളും ചിന്തകളും കൈമാറുന്നവരുടെ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ 2-3 വർഷക്കാലം കൊണ്ട് ഒരു കോടീശ്വര പദവിയിലേക്ക് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ ഉപദേശം സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ ഭാവി പ്രവർത്തനം രൂപീകരിക്കുന്നത്. കണ്ടുമുട്ടുന്നവരൊക്കെ നമുക്ക് അനുഭവം തരും. കണ്ടുമുട്ടുന്നതിനൊക്കെ അനുഭവം തരും. പക്ഷെ അടയാളങ്ങൾ തരുന്നത് വളരെ വിരളം മാത്രമായിരിക്കും. അടയാളങ്ങൾ സമ്മാനിക്കുന്നവരുടെ കൂടെ വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ട് വർത്തമാനം കൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണിക്കുന്നവരല്ല, പ്രവൃത്തി കൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നവരുടെ കൂടെ കൈപിടിച്ചുയർത്താൻ ഈ ബിസിനസ് അവസരം വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ ചെലവഴിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എനിക്ക് കേവലം അത്രയേ ഉള്ളൂ. ഡിസംബർ 2025 ഡിസംബർ വരെ കരുത്തുറ്റ പ്രവർത്തനത്തിന് നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളുക. നിങ്ങളൊരു വലിയ ലക്ഷ്യം വെക്കുക. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ വലിയ കഷ്ടപ്പാടുകൾ എടുക്കാൻ തയ്യാറാണ്. അതുവഴി വലിയ ത്യാഗങ്ങൾ ചെയ്യാൻ, വലിയ കഷ്ടപ്പാടുകൾ ചെയ്യാൻ തയ്യാറെടുത്തേ മതിയാവും. 2025 ഡിസംബർ വരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം. ചിലപ്പോൾ നിങ്ങൾ വീണ് പോയേക്കാം, ചിലപ്പോൾ വീണുടഞ്ഞു പോയേക്കാം. തളർന്നു പോകരുത്, വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഒരു തൂവൽ കൊഴിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പക്ഷിയും ഉയരങ്ങളിലേക്ക് പറക്കാതിരുന്നിട്ടില്ല. ഒരു തോൽവി ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ആത്യന്തിക പരാജയമായി മാറുന്നില്ല. ആ തോൽവിയിൽ നിന്ന് വീണ്ടും വീണ്ടും പഠിക്കണം. തോൽവികളുടെ എണ്ണം കൂട്ടുക, പരാജയങ്ങളുടെ എണ്ണം കൂട്ടുക. വിജയിക്കാൻ വേറെ ഷോർട്ട് കട്ടില്ല. പരാജയങ്ങളുടെ എണ്ണങ്ങൾ കൂട്ടുക. പരാജയങ്ങളുടെ ഉള്ളിലാണ് വിജയമുള്ളത്. പരാജയപ്പെടുക, തോറ്റു കൊടുക്കണം. ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ വളരണം. അവിടെയാണ് ശക്തിയുള്ളത്. Majority believe that failure is an opposite to success. When really it is not correct. Really, failure is a part of success. പരാജയം വിജയത്തിന്റെ വിപരീതമാണെന്നാണ് പലരും പറയുന്നത്. അല്ല, വിജയത്തിന്റെ ഭാഗമാണ് പരാജയം. പരാജയപ്പെട്ടുകൊണ്ടെന്നാണ് വിജയിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കിപ്പോ പ്രശ്നം പരാജയമാണല്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് ആരും വരാത്തതല്ലോ പ്രശ്നം. ഭൂരിപക്ഷം വരാത്തതല്ലേ നിങ്ങളുടെ പ്രശ്നം. 10 ആളോട് പറഞ്ഞാൽ 8 ആൾ പരാജയപ്പെടുന്നു. 2 ആൾ വരുന്നു. ഞാൻ പറഞ്ഞ എന്താണ് പരാജയങ്ങൾ എണ്ണം കൂട്ടുക. 100 ആളോട് പറഞ്ഞാൽ 80 പരാജയം, പക്ഷെ 20 വിജയമുണ്ട്. 1000 ആളോട് പറഞ്ഞാൽ 800 പരാജയം, 200 വിജയമുണ്ട്. പരാജയങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുക. പിന്നീട് 10 ആളോട് പറഞ്ഞാൽ 4 ആൾ വരും, 5 ആൾ വരും. എക്സ്പീരിയൻസ് ക്രിയേറ്റ് ആൻഡ് പെർഫെക്ഷൻ. എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അനുഭവം ഉണ്ടാക്കുക. എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അറിവിനേക്കാൾ വലുത് അനുഭവം തന്നെയാണ്. ഇപ്പൊ 10 ആൾ വരുന്നു, സഹോദരൻ പറഞ്ഞു ബിരിയാണി വെക്കണം. അയ്യോ, ഞാൻ പഠിച്ചില്ല, വെക്കുമോ? ഒരിക്കലും അവിടെ പുസ്തകത്തിൽ എത്ര നോക്കിയാലും 10 ബിരിയാണി എത്രയാണ് നോക്കുന്നെങ്കിലോ വെക്കാൻ തയ്യാറാവുമോ? ഇല്ല. നമുക്ക് എന്തുവാണ്, നമ്മൾ ഗീതേച്ചി അതെപ്പോ വെക്കാം, കൊണ്ട് വെപ്പിക്കാം. അറിവിനേക്കാൾ വലുത് അനുഭവം തന്നെയാണ്. അനുഭവത്തിലൂടെ നോക്കാൻ പറ്റും. അനുഭവത്തിന് നമുക്ക് കുറവ്. അനുഭവത്തിന് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാലേ അനുഭവമുള്ളൂ. ചിന്ത കൊണ്ട് പ്രവൃത്തി ഉണ്ടാവില്ല, ചിന്ത കൊണ്ട് അനുഭവം ഉണ്ടാവില്ല. ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്, പക്ഷെ കട്ടിയുള്ള പ്രവർത്തനം ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാനൊരു കിടക്കി, 3 നേരം ഭക്ഷണം, തോണ്ടി നോക്കാനൊരു മൊബൈൽ ഉണ്ടെങ്കിൽ പലരുടെയും ജീവിതം സുഭിക്ഷമാണ്. ഉറങ്ങാനൊരു കിടക്കയും 3 നേരം ഭക്ഷണവും തോണ്ടി നോക്കാൻ ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷത്തിന്റെ ജീവിതം സുഭിക്ഷമാണ്. അവർക്കത് വിജയം ഇല്ലേ? അവർ വിജയിക്കണം ആഗ്രഹിക്കുമ്പോൾ വളരെ വൈകിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ടാവില്ല. തപ്പിത്തടഞ്ഞ് എവിടെ എത്തുമ്പോഴത്തേക്ക് കാലം കഴിഞ്ഞു പോകും. എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അനുഭവം ഉണ്ടാക്കുക. അനുഭവം 10 ആളോട് പറഞ്ഞു 2 ആൾ വരട്ടെ, 8 ആൾ പരാജയപ്പെടുന്ന അനുഭവം നിങ്ങൾക്കുണ്ട്, തോറ്റ അനുഭവമുണ്ട്. അടുത്ത ആളോട് പറഞ്ഞു 10 ആൾ 4 വരും, 10 ആൾ 6 വരും, 10 ആൾ 8 വരുന്ന കാലം വരും. എക്സ്പീരിയൻസ് ക്രിയേറ്റ് പെർഫെക്റ്റ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പരിപ്പിന്റെ വിലയല്ല, പരിപ്പ് വടയ്ക്ക്.
അത് എണ്ണയിൽ മൊരിഞ്ഞ അനുഭവമുള്ള സാധനം. അതിന് ചൂടിന്റെ വില കിട്ടും. മുട്ടയുടെ വിലയല്ല ഓർമ്മറ്റ് ഉണ്ടാവുക. എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ആളോട് സംസാരിക്കുകയും ഒരുപാട് ആളെ കാണുകയും ഒരുപാട് മീറ്റിംഗ് എടുക്കുകയും സോപ്പും പേസ്റ്റ് മിൽക്കുകയും ചെയ്ത അനുഭവം എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പദവി ഉണ്ടാക്കിയെടുക്കുക. അത് മറ്റുള്ളവരുടെ മനസ്സിൽ കോടി വെക്കുന്ന എക്സ്പീരിയൻസ് ആയി കൊടുക്കുക. ഒരുപാട് അറിവുകൾ ഉണ്ടാക്കിയിട്ട് വിജയിക്കേണ്ട അറിവുകളെ ഉണ്ടാക്കാം. അറിഞ്ഞാൽ ദോഷപ്പെരുമെന്ന് തോന്നുന്ന അറിവുകൾ ഉണ്ടാക്കിയെടുക്കാത്ത എല്ലാ അറിവുകളും നമുക്ക് നേട്ടം ഉണ്ടാക്കുന്നതല്ല. അറിഞ്ഞാൽ ദ്രോഹമാണ് എന്ന് തോന്നുന്ന അറിവുകൾ എന്തിനാ പിന്നെ അറിവിന്റെ പിന്നാലെ പോകുന്നത്? അതിന്റെ ആവശ്യമുണ്ട്. ഇവിടെ എല്ലാ അറിവുകളും അങ്ങോട്ട് തെറ്റി എന്താ നടന്നത്? എന്തിന് അവിടെ ചോക്ക് പോയിട്ടുണ്ടോ? നീ എന്താ കുഴപ്പം? ഈ നമ്മുടെ ടീമിനെ കഥ ചെയ്യാൻ കഴിയില്ല. അപ്പുറത്തെ കഥ എല്ലാം വേണം. വേണ്ടാത്ത അറിവുകൾ എന്തിനാണ് നമുക്ക് ഉണ്ടാകുന്നത്? ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് മൃഗങ്ങളുടെ ഭാഷ നന്നായിട്ട് അറിയുമായിരുന്നു. മൃഗങ്ങൾ എന്ത് ശബ്ദം ഉണ്ടാക്കിയാൽ ആ അറിവ് ആ സംസാരിക്കുന്ന അയാൾക്കറിയാം. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു പറയും, ആ ഭാഷ എനിക്ക് പഠിപ്പിച്ചു. പണ്ഡിതൻ പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. പൊതുവിജ്ഞാനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അവതരിപ്പിക്കാം. മൃഗങ്ങൾ സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് എന്തിനാ? ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷമേ എനിക്കത് അറിഞ്ഞേ. അപ്പൊ പണ്ഡിതൻ ആഴ്ചകളെന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ഒരു ദിവസം നിൽക്കുമ്പോൾ അവിടുത്തെ പൂച്ച സംസാരിക്കുകയാണ്. ഈ യജമാനന്റെ പശു 2 ദിവസം കഴിഞ്ഞാൽ ചത്തു. അത് ഇയാൾ കേട്ടു. ഇയാൾക്ക് ഭാഷ മനസ്സിലായി. അയാൾ അന്ന് തന്നെ പിടിച്ച് പശുവിനെ തിരിച്ചു. ആ ഒരു രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കോഴി സംസാരിക്കുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട്. നമ്മുടെ യജമാന്റെ കുതിരയില്ലേ, അത് ആഴ്ചയും കൂടെ ജീവിക്കും. ചത്തു. കുതിര പിടിച്ച് വിറ്റോ. പിന്നെ ഇങ്ങനെ നോക്കുന്നു, പട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുക. നമ്മുടെ യജമാനൻ ഈ 4 ദിവസം കൂടിയേ ജീവിക്കും. പക്ഷേ ഓടി പണ്ഡിതന്റെ അടുത്ത് പോയി. പട്ടി ഇങ്ങനെ സംസാരിക്കും. നിങ്ങളെ വിറ്റ് കളയുമോ? അതല്ലേ നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാ അറിവും കണ്ടില്ല. മരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരിക്കില്ലെന്ന് ഉറപ്പുള്ള ആരും കൈ ഓർത്തോ? എല്ലാവരും മരിക്കും. ഏത് ദിവസം മരിക്കുമെന്ന് നമ്മൾ അറിയേണ്ടതില്ല. ഒരു നാൾ മരിക്കുമെന്നുള്ളതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്നാണെന്ന് അറിയേണ്ടതില്ല. എല്ലാ അറിവും വാങ്ങി വെക്കേണ്ടതില്ല. അറിഞ്ഞാൽ നേട്ടമുണ്ടാകുന്ന അറിവുകളെ പിന്നാലെ പോകുന്നു. അറിഞ്ഞാൽ നേട്ടമില്ലാത്ത അറിവിന്റെ പിന്നാലെ പറക്കും. എന്തിന്റെ ആവശ്യമില്ല. പിന്നെ വേണ്ടാത്ത അറിവുകൾ വാങ്ങിച്ച് വേവലാതിപ്പെടുകയാണ്. അങ്ങനെയാലും എങ്ങനെയാക്കൂ, ഇങ്ങനെയാലും എങ്ങനെയാക്കൂ, അവിടെ എങ്ങനെയാണ്, ഇംഗ്ലണ്ടിൽ അങ്ങനെയാണല്ലോ, ജപ്പാനിൽ കൊടുക്കാറുണ്ടല്ലോ. അല്ല, അപ്പോൾ അറിഞ്ഞാൽ നേട്ടമുള്ള അറിവുകളെ കൈമാറാൻ തയ്യാറാവും. അറിഞ്ഞാൽ നേട്ടമുള്ള അറിവുകൾ മാത്രമേ സ്വായത്തമാക്കാവൂ. ആറ് റെഡി? അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ ഒരു പ്രവൃത്തി ഞാൻ പറയുന്നു. ഇവിടെ നിങ്ങൾ വന്നില്ലേ, ഇപ്പൊ കുറച്ച് ചൂടൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് മുമ്പേ ഉള്ളതാണ് ചിലതാണ്. എന്നാൽ ചൂടുണ്ടല്ലോ, ഇത് സൈറ്റിൽ ചില ചൂടാണ് കഴിയുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുക. അത് പൂർണ്ണമായി ചെയ്യാൻ ശ്രമിക്കണം. ഇത് ഇത്രയും വലിയ സ്വപ്നങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്കൊരു അസ്വസ്ഥതയില്ലാതെ കടന്നുറങ്ങുന്നുവെങ്കിൽ, സ്വസ്ഥമായിട്ട് ഉണരുന്നുവെങ്കിൽ, ഈസിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മാറ്റാൻ നേട്ടങ്ങളിൽ എത്താൻ കഴിയില്ല. നിങ്ങൾ ഈ മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി പോലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ പ്രോസസ് ചെയ്യപ്പെടുന്നത്, നവീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ കഷ്ടപ്പെട്ട പ്രവൃത്തി കൂടി ഏറ്റെടുക്കാൻ കഴിയണം. സുഖകരമായ പ്രവൃത്തി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പോകണം, അത്രയൊന്നും ഒരു ഓടണ്ടേ, അത് കഴിയില്ല. നല്ല കാര്യം ഏറ്റവും എക്സാമ്പിളാണ്. അതൊരു രാജ്യത്ത് കരുത്തിന്റെ പ്രതീകമാണ്. ഭയങ്കര കരുത്താണ്. അപ്പൊ ചെറുപ്പക്കാരൻ, വലിയ ചെറുപ്പക്കാരൻ, 10-25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ടാറ്റ് കുത്ത് സാധനം വേണ്ടി പറഞ്ഞു, എനിക്കൊരു ടാറ്റ് കുത്തുന്ന കട ഗർജിക്കുന്ന സിംഹമാണ്. അയാൾ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ കുത്തും അവനോട് എന്ത് വേദനയാണ്, നിങ്ങൾ എന്താ കുത്തുന്നത്? അത് സിംഹത്തിന്റെ വാലാണ്. എന്നാ വാല് വേണ്ട. അയാൾ പിന്നെ കുറച്ച് കൊത്തുമ്പോൾ ഭയങ്കര അത് ചെവിയാണ്. അതിന്റെ ആഴ് കൊത്തണെങ്കിൽ കുറച്ച് ചെവി വേണ്ട. പഴം കൊത്തി പറയാം. വാലും ചെവി ഇല്ലാത്ത സിംഹം വരഞ്ഞ് കുളമാക്കിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ സിംഹം നാട്ടിൽ ജനിച്ചിട്ടില്ല. ഞാൻ ഭരിക്കുന്നില്ല. ചെയ്യുന്ന പ്രവൃത്തി കഷ്ടപ്പെട്ടാണെങ്കിലും പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പ്രയാസങ്ങളെ
അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ, അസൗകര്യങ്ങളെ നേരിടാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ വലിയ വിജയങ്ങൾ കൈപ്പിടിക്കാൻ പറ്റുള്ളൂ. പാതി പ്രവർത്തി ചെയ്തു, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടു. അപ്പോഴാണ് ഓപ്ഷൻസ് കാണുന്നത്. അപ്പൊ ഞാൻ തീരുമാനം വാല് പൊട്ട സിംഹാവോ കുറച്ച് ചെയ്യാൻ ഞാൻ കോഴിക്കോട് വളർത്തി. അപ്പോഴാണ് അവിടെ ബ്ലോക്ക് കാണുന്നത്. ഞാൻ തിരിച്ചു ഹോസ്പിറ്റലിലെത്തിയോ. എന്തും പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ വിജയം നേടുന്നുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. പാതി വേവിച്ച അരി ഭക്ഷ്യയോഗ്യമല്ല, പാതി പണിതിരുന്ന പാലം സഞ്ചാരയോഗ്യവുമല്ല, പാതി ചെയ്ത പ്രവൃത്തി ഒരിക്കലും വിജയത്തിലെത്തില്ല. പക്ഷേ എന്റെ നാട്ടിൽ, നിങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടോ, നാത്രക്കാരനെയല്ല, എന്റെ നാട്ടിൽ പലരും പാതി ചെയ്യും, ബാക്കി കഷ്ടപ്പെട്ട ചെയ്യില്ല. ഇന്ന് ചെവിയും പാലില്ലാത്ത സിംഹം അതിനേക്കാൾ നല്ലത് പൂച്ചയാണ്. വിജയം വേണമെങ്കിൽ ത്യാഗങ്ങളെ നേരിടാൻ തയ്യാറാണ്. എത്രത്തോളം ത്യാഗങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നുവോ, എത്രത്തോളം കഷ്ടപ്പാടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, അത്രത്തോളം ചെറുതായിരിക്കും നിങ്ങൾ നേടിയെടുക്കുന്ന വിജയത്തിന്റെ മഹത്വം. എത്രത്തോളം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ, അത്രത്തോളം വലുതായിരിക്കും നിങ്ങൾ നേടിയെടുക്കുന്ന വിജയത്തിന്റെ മഹത്വം. കഷ്ടപ്പെട്ട് പടിപടിയായി വിജയിക്കുകയാണ്. നന്നായി തയ്യാറില്ല. അങ്ങനെയാണ് വേണ്ടത്. അതിന് വേവലാതികളെ തലയ്ക്കാണ് വേണ്ടാത്ത വേവലാതികൾ, ടെൻഷൻ. ഇപ്പോഴത്തെ പ്രത്യേകത 5 ഒരാൾക്ക് ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു 5 5 ടെൻഷനാണ്. എന്റെ നാട്ടിലാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല, നിങ്ങൾ വിളിക്കുകയാണ്. ചിലത് ചിരിക്കുക. ടെൻഷനാണ്, വേവലാതിയാണ്, സ്ട്രെസ്സാണ്, ഉത്കണ്ഠയാണ്, അമിത പേടിയാണ്. ഇതൊക്കെ ചില ആളുകളുണ്ട്. കഴിഞ്ഞ കാലത്തെ കുറിച്ച് വേവലാതി, സ്ട്രെസ്, വരുന്നതിനെ കുറിച്ചുള്ള വേവലാതി, ആൻസൈറ്റി. ഒന്നുകിൽ സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി. ഇത് രണ്ട് തലയിലേക്കാണ് നടക്കുന്നത്. കുറെ തലയിലേക്കും ഉള്ള കഴിവുകളൊക്കെ നശിക്കുകയാണ്. പിന്നെ ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ നടക്കുകയാണ്. മുഖത്ത് കുറെ കല കാണാം, പല്ല് കാണൂല, പുറത്ത് ചിരിക്കൂല, ചത്താലും ചിരിക്കും. ചില ജന്മങ്ങൾ ഇങ്ങനെ പോലെ. എന്തിനാണത്? അല്ല, നിങ്ങളുടെ അങ്ങനെ ആളില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാം. ഒന്ന് ചിരിച്ചാൽ നന്നായിട്ട്. ചിരിക്കുമ്പോൾ ചിരിക്കൂ. ഞാൻ ഒരു കാര്യം പറയുന്നു, വേവലാതിയെ കുറയ്ക്കാൻ വേറെ വഴിയില്ല. ഒന്ന് തുറന്നു പറച്ചിലാണ്. ഏറ്റവും അടുത്ത ആളുകളോടെങ്കിലും നിങ്ങളുടെ കാര്യം എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ തുറന്നു പറയും. ഏറ്റവും അടുത്ത ആളുകളോടെങ്കിലും തുറന്നു പറയുക. അപ്പൊ നമുക്ക് റിലീഫ് കിട്ടും. അപ്പൊ നമുക്ക് ഡോപ്പമൈൻ കൂടും, ഹാപ്പി ഹോർമോൺ കൂടും, ഒരു ആശ്വാസം കിട്ടും. കുറച്ച് യാത്രകൾ ചെയ്യുക. അറ്റമില്ലാത്ത യാത്രയല്ല, നിയന്ത്രിതമായ യാത്ര. ഒന്നും പറഞ്ഞോടെ. എന്നാൽ പിന്നെ യാത്ര ഒടുക്കത്തെ അന്ത്യയാത്രയായിരിക്കും. അങ്ങനെ പോകുന്നു. ചില യാത്രകൾ ചെയ്യുക, സന്തോഷം ലഭിക്കുക, ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സംവദിക്കുക, സംസാരിക്കുക, സോഷ്യൽ മാനാവുക. ആളുകളോട് സംസാരിക്കും. റോഡിലൂടെ പോകുന്നവരൊന്നും കാണില്ല, ചിരിക്കൂല. എന്തിന് ഇങ്ങനെ പ്രത്യേക ജീവിയായിട്ട് ജീവിക്കുന്നു? ചിരിക്കുകയും സംവദിക്കുകയും ചെയ്യുക. അതുപോലെ നേടാൻ കഴിയുമെന്ന കാര്യം സ്വപ്നം കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും നടക്കാത്ത സ്വപ്നം കണ്ടാൽ ചില നടക്കുന്നത്. എനിക്ക് 2 ലോട്ടറി അടിക്കും, പിന്നെ 4 അടിക്കും. അപ്പൊ ഞാൻ കൊക്കോടിച്ചോ ഇത് കഴിയുമ്പോൾ സ്ട്രെസ് കൂടും. നടക്കുമെന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ കാണുക. മനസ്സിലായല്ലോ? നടക്കുമെന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ കാണുക. എന്നിട്ട് അത് ഓർത്ത് നിൽക്കുക. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവുക. പോസിറ്റീവ് ആശയങ്ങൾ ആളുകളോടുമായിട്ട് ഇടപെടുക. നിങ്ങൾ സ്ട്രെസ് ഒക്കെ പോയി വെച്ചോ. ഒരിക്കലും ഒഴിഞ്ഞു പോകണം. നിങ്ങൾ വിചാരിച്ചൊഴിഞ്ഞു പോകണം. നിങ്ങൾക്ക് ഞാൻ പറയണ്ടേ, മനക്കരുത്തുണ്ടാവണമെങ്കിൽ 4 കാര്യം വേണം. ഒന്ന്, ഗുഡ് ഫുഡ്, ഗുഡ് ഡയറ്റ്, നല്ല ഭക്ഷണം കഴിക്കണം. എന്ന് വെച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കണം എന്നല്ല. കെമിക്കൽ കുറഞ്ഞിട്ടുള്ള സമയത്ത് ആഹാരം കഴിക്കുക. അത് അരി തന്നെ അടിച്ച് കയറ്റരുത്. അത് കാർബോഹൈഡ്രേറ്റ് മുഴുവൻ. സമയത്ത് ഇച്ചിരി പച്ചക്കറി, പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ ഉള്ള ആഹാരം കഴിക്കാം. ഗുഡ് ഡ്രിങ്കിങ്, നല്ല വെള്ളം. ഇത് കൊക്കക്കോള കഴിക്കണ്ട, അത് ഗുഡ് അല്ല, ബാഡാണ്. നല്ല വെള്ളം കഴിക്കുക, നല്ല ഭക്ഷണം, നല്ല വെള്ളം. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കഴിക്കണം. മനസ്സിലാവും? നല്ല എക്സസൈസ്. 4 കാര്യം മാത്രം മതി. എക്സസൈസ് എന്താ ചെയ്താൽ നന്നാവും എല്ലാവർക്കും അറിഞ്ഞൂടെ? ബോധമില്ലാഞ്ഞിട്ടാണ്. ബോധമില്ലാഞ്ഞിട്ടില്ല, അത് സ്വീകരിക്കാനുള്ള ബോധമില്ല. അതാണ് കാര്യം. എന്താ എക്സസൈസ് ചെയ്യാത്ത നേരം എടുക്കാഞ്ഞിട്ടാണോ? സൂര്യ ഉദിക്കായിട്ടാണോ? അല്ല, വഴിയില്ലാഞ്ഞിട്ടാണോ? എന്താ കാലില്ലാഞ്ഞിട്ടാണോ? നടക്കൂല, വെട്ടില്ല. പ്രോസസ് ചെയ്യണമെങ്കിൽ പരിപ്പ് മാവാക്കി തിളച്ച വെള്ളത്തിലിടണം. എങ്കിലേ പരിപ്പ് വഴിയാവും. കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ
നമ്മൾ നവീകരിച്ച ലീഡറാവും. ഈ 4 കാര്യങ്ങൾ സ്വീകരിച്ചാൽ നമ്മൾ പ്രോത്സാഹിക്കപ്പെടും. നമ്മൾ മനക്കരുത്തുണ്ടാകും, മനോബലം ഉണ്ടാകും. മനസ്സ് തകർന്നാൽ ശരീരം തളരും. മനസ്സും ശരീരവും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ്. മനസ്സ് മാത്രമേ തളരില്ല, അപ്പൊ ശരീരം തളരും. ശരീരം തളർന്നാൽ മനസ്സും തളരും. ശരീരം തളർന്നു പോയാൽ മനസ്സും തളരും. മനസ്സ് തളർന്നാൽ എന്തെങ്കിലും രോഗം വരും, ഉറപ്പാണ്. കുറെ കാലം വിഷാദം ഉണ്ടായിക്കോട്ടെ, ഒരു മുട്ടുവേദന ഉണ്ടാവും, തലവേദന ഉണ്ടാവും, തലക്കടത്തൊക്കെ വരും. മനസ്സിനെ തളരാൻ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇത് ആരോടും ഉണ്ടാകുന്ന റൂമത്തിലേക്ക് ഇരുന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്. എന്റെ പ്രത്യേകത എപ്പോഴും പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നൊന്നും വിട്ട് മറ്റൊന്നിലേക്ക് നേട്ടമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ദുഷ്പ്രവൃത്തികളല്ല. ഇങ്ങനെയാണെങ്കിൽ മനക്കരുത്തുണ്ടാകും. മനക്കരുത്തുള്ളവർക്ക് ചെയ്ത് വിജയിക്കാൻ പറ്റിയ ബിസിനസ്സാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. അതിന്റെ നമ്പർ 1 മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആകെ 3 കാര്യം. ചിരി പ്രൊഡക്റ്റ് വാങ്ങാം, ഉപയോഗിക്കാം, റിസൾട്ട് ഉണ്ടാക്കാം, അത് മറ്റുള്ളവർ പ്രചരിപ്പിക്കാം. പറ്റുമെങ്കിൽ റീറ്റെയിൽ തൂക്കി വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പറ്റുന്നവർ റീറ്റെയിൽ ചെയ്യാം, പറ്റുന്നവർ ഹോം ജോബ് ചെയ്യാം. ഹോബി ടീമിലൂടെ കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യാം, വണ്ടിലൂടെ കൂടുതൽ റിക്രൂട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനൊക്കെ വളർത്തിയെടുക്കാൻ കപ്പാസിറ്റി മാത്രമേ മൊബൈൽ സാർ ചെയ്യുന്നുള്ളൂ. ഇത് മാത്രമേ പ്രസാദ് സാർ ചെയ്യുന്നുള്ളൂ. ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. പുതിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. എന്നാലും ചെയ്യില്ല. അറിയാനിട്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പൊ ബോധമില്ലാഞ്ഞിട്ടല്ല, ബോധത്തിന്റെ കൂടെ നിൽക്കാതെ നിലവാരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജയിക്കാത്തത്. എക്സസൈസ് ചെയ്താൽ നേട്ടം ഉണ്ടാവും നമുക്കറിയാം. നമ്മളെന്താ ചെയ്യാത്തത്? മുറ്റമില്ലാഞ്ഞിട്ടാണോ? നടക്കാൻ നേരെ വെളുക്കാഞ്ഞിട്ടാണോ? അല്ല, മടിയാണ്. പ്രോഡക്റ്റ് കൊടുത്താൽ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്കറിയാം. ആളുകളോട് പറഞ്ഞാൽ റിക്രൂട്ട് ആവും നമുക്കറിയാം. നമ്മളെന്താ ചെയ്യാത്തത്? മടിയാണ്. പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മടി തന്നെയാണ്. പിന്നെ കുറച്ച് ദൂരത്ത് പോട്ടെ, ആ വാർഡ് വിട്ടിട്ട് പോകില്ല. അതല്ലേ അടുത്ത വാർഡിലോ ഞാൻ പോകില്ലേ, അടുത്ത പഞ്ചായത്താണത്, അയാളെ പഞ്ചായത്താണത് പോകില്ല. ചില പ്രത്യേക പ്രദേശത്ത് മാത്രം കാണുന്ന പ്രത്യേക ജീവികളായിട്ട് നമ്മൾ അവസാനിക്കും. വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർ ചെറിയ ഇഷ്ടങ്ങളെ മാറ്റി വെച്ച മതിയോ. ചിലപ്പോൾ വിജയങ്ങൾ നേടേണ്ടവർ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കണം. വേണ്ടി വന്നാൽ മരുഭൂമികളിൽ കൂടിയും സഞ്ചരിക്കണം വിജയിക്കാനാണെങ്കിൽ. അവിടെ നല്ല വിജയത്തിൽ ഞാൻ അവസാനിപ്പിക്കണം. നല്ല സ്ട്രോങ് വിജയത്തിൽ മുഷിയുണ്ടെന്ന് എനിക്കറിയാം. അതാ കയ്യടിയുടെ ഒരു സ്ട്രോങ്. അവസാനിപ്പിക്കുന്നത് ഞാൻ അടിക്കാം. മക്കളെ, ഇഹലോകത്തൊരു ജന്മമേ, ഒറ്റ ജന്മം. ജീവിതം ആവർത്തിക്കപ്പെടുന്നില്ല. അടയാളം വിട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളെ മുന്നിൽ പ്രവർത്തിച്ച് വിജയിക്കാൻ ഇത്ര എളുപ്പമുള്ള ഒരു വഴി വേറെയില്ല. ഓണത്തിന്റെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച ഗ്രാൻഡ് ഹൗസിൽ പേരാമ്പ്രക്കായിരുന്നു. അത് 800 തൊഴിലാളികളായിട്ടാണ്. രാത്രി 9 മണിക്കാണ് ഞാൻ വരുന്നത്. രാവിലെ 8 മണിക്ക് വന്ന 800 പേർ രാത്രി 9 മണിക്കും കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. 13,000 മാസ ശമ്പളം. അപ്പോഴാണ് ഒരു കല്യാണ പാർട്ടി വരുന്നത്. അവർ വലിച്ചുക, കണ്ണുമൂക്കിലാണ് വലിച്ചുക. ഞാനിങ്ങനെ ഇതെല്ലാം ഇപ്പോഴുള്ള മടക്കി വെക്കണ്ടേ, അടയ്ക്കുന്നുള്ളൂ. 11 മണി വരെ അത് സെറ്റ് ചെയ്യാൻ അവർ കൂടെ നിൽക്കുകയാണ്. കിട്ടുന്ന 13,000. സൂര്യപ്രകാശം ഏൽക്കാതെ വരുന്നു, സൂര്യൻ അസ്തമിച്ച് ഇറങ്ങി പോകുന്നു. അത് ലീവ് എടുക്കണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് അവർ തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ ലീവ് കൊടുക്കും. മാസത്തിൽ 3 ലീവ് ഉണ്ട്. ആ 3 അവർ സാങ്ഷൻ ചെയ്ത ദിവസമായിരുന്നു. എത്ര കഷ്ടപ്പാടുണ്ട് പണിയെടുക്കാൻ. എത്ര കൊല്ലം പണിയെടുത്താലും, എത്ര കൊല്ലം പണിയെടുത്താലും എവിടെ എത്തില്ല. 13 നിന്ന് ഒരു പക്ഷേ 20,000 മാസത്തിൽ. ഇവിടെ 3 കൊല്ലം അതേ ആവേശത്തിൽ പണിയെടുത്താൽ മാസത്തിൽ 8 ലക്ഷം വരുമാനം. പണിയെടുത്താൽ ചോദിക്കട്ടെ, നമ്മൾ യഥാർത്ഥ പണി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സാറേ ഹിമാലയത്തിന്റെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ചില മുള്ളെല്ലാം കൊണ്ടുവരി. പക്ഷെ കയറി എത്തുന്ന എവിടെയാണ്? ഹിമാലയത്തിന്റെ മുകളിലാണ്. മുറ്റത്ത് നടക്കുമ്പോഴല്ല ഹിമാലയത്തിലേക്കുള്ള യാത്ര. ജീവിതയാത്ര വിനോദയാത്രയല്ല. ജീവിത വിജയത്തിലേക്കുള്ള യാത്ര ഒരിക്കലും വിനോദയാത്രയല്ല. വിനോദയാത്രയിൽ ഇടത്താവളങ്ങൾ ഉണ്ടാകും, വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാകും, താലോലിക്കാൻ ആളുകൾ ഉണ്ടാകും. ജീവിതയാത്രയിൽ അങ്ങനെ ഇടത്താവളം നിങ്ങൾ കാണില്ല. എങ്കിലും അവസാനം എത്തിച്ചേരുന്നത്
വിജയപാതയാണെങ്കിൽ കഷ്ടപ്പെടേണ്ട. ഇടയ്ക്കിടയ്ക്ക് വീശിത്തരാൻ ആൾ വേണം, ഇടയ്ക്കിടയ്ക്ക് പൊക്കിത്തരാൻ ആൾ വേണം. നമ്മുടെ സന്തോഷത്തിന് മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കരുത്. കാരണം ആശ്രയിക്കുന്ന ആളുകൾ ആശ്രയം നിർത്തിയാൽ നമ്മൾ കട്ടപ്പുകയാവും. നമ്മുടെ വിജയത്തിന് നമ്മൾ തന്നെ തുനിഞ്ഞറിയണം. മറ്റുള്ളവർ വഴിയൊരുക്കി തരുമെന്ന് മാത്രം. അതുകൊണ്ട് ഇത്ര മനോഹരമായ ബിസിനസ് അവസരം ഒരു മരുഭൂമി നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ അത് മലർവാടിയാക്കാൻ കഴിയണമെങ്കിൽ കഠിന പ്രയത്നം ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ട് മലർവാടി ആകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലല്ല എത്തേണ്ടത്, മറ്റൊരു പലരുടെയും കയ്യിലായിരിക്കും. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ കരുത്തുറ്റ ആളുകൾ എങ്ങും വരാനിരിക്കുകയാണ്. 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും 2.10 വാങ്ങിയവർ വിലസുമ്പോൾ അത് മുമ്പേ ചെയ്ത നിങ്ങൾ തല ഉയർത്തിയവർ മുന്നിൽ നടക്കാൻ കഴിയില്ല. ആർക്കും ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരും ബിസിനസ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നല്ല പോയാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇടയിൽ എഴുതി വരുന്ന ആളുകൾ ആവേശത്തോടെ 2.10 വാങ്ങി നിങ്ങൾക്ക് ലഡു തരുമ്പോൾ അത് വാങ്ങി തിന്നാൻ ഒടുക്കത്ത് മനക്കരുത്ത് വേണ്ടി എന്നെ നോക്കിയിട്ടും ഒരു കാര്യമില്ല. ഞാൻ എന്റെ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. എന്റെ മേപ്പയൂർ പഞ്ചായത്തിൽ പലരും സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ എവിടെയെന്ന് ചെയ്തപ്പോഴാണ് എനിക്ക് ആവേശം തോന്നിയത്. മേപ്പയൂർ പഞ്ചായത്തിൽ ആദ്യത്തെ 2.10 വാങ്ങാൻ, മേപ്പയൂർ പഞ്ചായത്തിൽ ആദ്യത്തെ BMW വാങ്ങാൻ ഞാൻ തീരുമാനിച്ചത് എന്നേക്കാൾ മുമ്പ് വന്നിട്ട് ലഡു വാങ്ങുന്ന ഗതികേടാണ്. അറിയുമോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കാവൽക്കാരനാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ കാവൽക്കാരനും യോദ്ധാവും നിർമ്മാതാവും നമ്മളാണ്. അവിടെ വിത്തിറക്കേണ്ടതും വിളവ് കൊയ്യേണ്ടതും നമ്മുടെ പ്രയത്നം കൊണ്ടാണ്. മറ്റാരെങ്കിലും നട്ട വിത്ത് കൊണ്ട് അവിടെ വിളവുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു തരിശുഭൂമിയാണുള്ളത് എന്ന് വിചാരിക്കുക. നമ്മുടെ ജീവിതം തരിശുഭൂമിയാണ്, ഒന്നും പ്രൊഡക്റ്റീവായിട്ടില്ല. ഒരു റോഡ് സൈഡിൽ 2 ഏക്കർ തരിശായ ഭൂമിയുണ്ട്, ഒരു പച്ചപ്പ് പോലും അവിടെ ഇല്ല. കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട്, പോത്തും പശുവും കളിക്കുന്നുണ്ട്. അവിടെ ഒന്നും വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മളെന്റെ കാവൽക്കാരനാണ്. ആ സ്ഥലം ഞാൻ വാങ്ങിയാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഞാൻ ചുറ്റുപേര് കെട്ടുകയോ എന്താണ് എന്തെങ്കിലും ഞാൻ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട വഴിയിലൂടെ ആളുകൾ കയറി പോത്തും പശു കയറി കരി കെട്ടും ഉണ്ടാവില്ലോ. എന്നിട്ട് ഞാൻ കുഴിച്ചിടും, കുഴിയെടുക്കും. അവിടെ കപ്പ നടും, അവിടെ പ്ലാവ് നടും, തെങ്ങ് നടും, വാഴ നടും, ആപ്പിൾ നടും, നല്ല ഫലമുള്ളതൊന്നും നടും. അത് ഏതൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വിത്തവള നടും. വളർത്തി 2 കൊല്ലം പറയും എന്റെ തോട്ടമതാണെന്ന് പറയും, എന്റെ ജീവിതമാണെന്ന് തോട്ടമതാണെന്ന് പറയും. ഇതുപോലാണ് നിങ്ങളുടെ ജീവിതം. വിജയിക്കാനാണ്, വിഭവങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കണം, ഒരു മതിലുണ്ടാക്കണം. കണ്ടവർക്ക് കയറി അഭിപ്രായം പറയാനും കണ്ട തോറ്റവർ തലതല്ലി കരയാനും നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരുന്നത്. വിജയിക്കുന്നവർ അഭിപ്രായം സ്വീകരിക്കാനും അവരുടെ പാത സ്വീകരിക്കാനും ഒരു ബൗണ്ടറി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ആരുടെ കൂടെ കൂട്ടുകൂടണം, ആരുടെ കൂടെ നിൽക്കണം, ആരുടെ വാക്ക് സ്വീകരിക്കണമെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വാക്കുകൾ തുറക്കേണ്ടത് വിജയിച്ചവരുടെ മന്ത്രങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. കണ്ട പോത്തുകൾക്ക് ചവിട്ടി തേക്കാൻ നിങ്ങളുടെ ചെടികളെ അനുവദിക്കരുത്. അതെ, വിട്ടുപോയവരും ഒന്നും നേടാൻ കഴിയാത്തവരും കണ്ട കമ്പനി പോയി തലതല്ലി വീണവരും നിങ്ങളെ വിളിച്ച് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ബൗണ്ടറി ഇല്ലാന്നാണ് അർത്ഥം. ബൗണ്ടറി ക്രിയേറ്റ്. ഞാൻ ആദ്യം സ്വീകരിച്ചത് എന്റെ ബാങ്കിലെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തു. മേപ്പയൂർ പഞ്ചായത്തിൽ ഒരു കുട്ടി പറഞ്ഞാൽ വാങ്ങാതെ 2.10 ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ആ ബൗണ്ടറിയിൽ നിന്ന് കൈവെത്തിക്കാൻ അവർ കരുത്തുണ്ടാക്കാൻ കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ബിസിനസിന്റെ വലിയ സാധ്യത കുറ്റം പറയാൻ കഴിയാത്തതൊന്നുമില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടേ സ്വർഗത്തിലെത്തിയാൽ കുറ്റം പറയാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയില്ല, ഇന്നത്തെ മെത്ത കിടന്നുറങ്ങി മെത്ത അത്ര പോരാ, കുറ്റം പറയുന്നതൊന്നും പറയാം. ഞാൻ വിചാരിച്ചത്ര പൂവിന് സുഗന്ധമില്ല സ്വർഗത്തിൽ. ഇവിടെ ചിലർ അങ്ങനെ പറയും, കുപ്പി വളർന്നിട്ടില്ല, ഹെയർ ഓയിൽ, സോപ്പിന്റെ മേലെ ഐശ്വര്യയുടെ ഫോട്ടോ ഇല്ല, അത് തേച്ചിട്ട് വേണ്ടത്ര റിസൾട്ട് ഇല്ല, കറുത്ത് കരിമുട്ടി പോലെ ഇരിക്കുന്നവർ എന്ത് റിസൾട്ടിനൊരു പരിധിയില്ലേ? തേച്ച വെളുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇത് കുട്ടിയുടെ നല്ലല്ലോ സോപ്പിലേക്ക് റിസൾട്ട് എല്ലാം പുറപ്പെട്ടോ. പക്ഷെ പറയുന്നതാണോ ഓ മരിക്കുന്നവരെ കുറ്റം പറഞ്ഞ് ചിരിച്ചതാണ്, എക്സ്പെർട്ട് ആണല്ലേ. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ 4 ആൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ശരിയാണോ? 4 ആൾ പറഞ്ഞല്ല, 4 ആൾ പറഞ്ഞോണ്ട് ശരിയാണ്. നമ്മളെ പൊട്ടൻ പ്രതികരിക്കുകയാണ്. പൊട്ടൻ വിജയിക്കണമെങ്കിൽ താൻ ചെയ്യുന്ന തോട്ടങ്ങളിൽ ബൗണ്ടറി ഉണ്ടാക്കുക. അഴുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. നീ അത് പറയണ
വർഷം മുമ്പ് വന്നവൻ 2-10 വാങ്ങുന്നു, കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നവൻ 2-10 വാങ്ങുന്നു, അവരൊക്കെ പെർഫോമൻസ് വാങ്ങുന്നു. ഇന്നും സോപ്പിൽ റിസൾട്ട് ഉണ്ട്, ഇന്നും ചാമ്പി താരത്തിൽ റിസൾട്ട് ഉണ്ട്. കുറ്റം അന്നും പറയുന്നുണ്ട്, കുറ്റം ഇന്നും പറയുന്നുണ്ട്. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. തത്തേ പോലെ പാഞ്ഞു നടക്കുന്നവരാണ് ഞാൻ, പരുന്തിനെ പോലെ പണിയെടുക്കുന്നവരാണ്. If you prepare well, then you will get confidence. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, നന്നായി തയ്യാറെടുത്താൽ ഒടുക്കത്തെ ആത്മവിശ്വാസമാണ്. പറയുന്നവർ പറയട്ടെ, നാലാൾ പറയും കേൾക്കുക ചിലത്. എന്നാ ഞാൻ കേട്ടോ. അപ്പൊ ആഷും പറഞ്ഞ്, കുട്ടിയും പറഞ്ഞ്, ഇത്തയും പറഞ്ഞ്, ഏട്ടനും പറഞ്ഞു. ഇനി ഞാനില്ല. നമ്മളോടൊക്കെ കുറ്റം പറയാനില്ല. നമ്മളൊക്കെ അന്ന് വരുമ്പോ കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റ് പോലില്ല, മലയാളത്തിലെ പുസ്തകം പോലില്ല. ഇത്ര ട്രെയിനിങ് പോയിട്ട് 6 ആളെ ഇത്ര ട്രെയിനിങ് ഒന്നും കേട്ടിട്ടില്ല. ഞാൻ 2-10 വാങ്ങിയാലാണ് യഥാർത്ഥത്തിൽ എന്റെ ടീമിലുള്ള 2-10 കിട്ടുന്ന ഒരു പടത്തിന് കണ്ടത്. ഇപ്പോഴോ നിങ്ങളോ പുതിയ ആളുകളോ 2-10 വാങ്ങുന്നവർ 100 കോടി കവിഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നു. 1 ലക്ഷത്തോളം നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. 2-10 നിരത്തിക്കാണ്. ഇങ്ങനൊരു പടപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നെഗറ്റീവില്ലാത്ത നെഗറ്റീവിന്റെ കൂമ്പാരുണ്ട്. ഇന്ന് നെഗറ്റീവ് എന്തോ ഉണ്ടോ നോക്കി മഴക്കാർ വരുന്നുണ്ട്. എന്നാ ഓടി പച്ച ഇത് എങ്ങനെ ജീവിക്കാം? എളുപ്പത്തിൽ നേടുന്നത് ദീർഘായിരിക്കില്ല, ഉറപ്പാണ്. പ്രവർത്തിക്കാനാകൂ. നിങ്ങളെ കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം നേടി കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ ധനസ്ഥിതി ആലോചിക്കും, ഫിനാൻഷ്യൽ സ്ഥിതി ആലോചിക്കും. നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്, നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിയും. അവരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി സ്വപ്നസുന്ദരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നത് ഞാനായിരിക്കും ഉറപ്പിച്ചാൽ ഏത് കഷ്ടപ്പാടിനുള്ളിലും തലയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ആ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയിട്ട് ജയിക്കാൻ കഴിയും. ഏറ്റവും മനോഹരമായ പ്രവർത്തനമാണ് മൈ ലൈഫ് സ്റ്റൈലിൻ്റെത്. ഉറപ്പിക്കാൻ പറ്റും. ഇന്ന് ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ ഇത്ര മൂല്യമുള്ള പ്രവർത്തനമാക്കുന്ന ഒറ്റ കമ്പനി നമുക്കില്ല. അഭിമാനത്തോടെ നമുക്ക് പറയാം. ഞാനൊക്കെ വരുമ്പോ എന്തായിരുന്നു, സ്മാർട്ടായ കമ്പനി വേറെ, ഹെവി ക്യാമറ എന്ന് പറയുന്ന വേറെ സാധനം, പെട്ടെന്ന് റിച്ചാവുന്ന കമ്പനി, എന്തൊക്കെയായിരുന്നു. സകല അടിഞ്ഞു കൂടി കിടക്കുകയാണ്. അപ്പോഴും നമ്മൾ സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ചിലങ്ങൾ തീവ്രമായി ഞാൻ ലഭിക്കുന്നില്ല, ആവേശത്തോടെ ചെയ്യാൻ. ഇതല്ലാതെ മറ്റെന്താണ് പോകുന്നത്? ഇതിനേക്കാൾ നേട്ടമുള്ള ഞാൻ ചെയ്യാം. APJ അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ വസന്തമാണ് ഡയറക്ടർമാരുടെ പരമദരിദ്രന്മാർക്ക് ധനികന്മാരാകാൻ ഇഷ്ടമൂല്യമുള്ളവർക്ക്. അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് വിളിക്കട്ടെ, നിങ്ങൾ ഒന്നിനെ കൊള്ളാത്തവെന്ന് വിളിക്കട്ടെ, കഴിവില്ലാത്തവെന്ന് വിളിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും ഒന്നുകിൽ കറുത്ത മുടി അല്ലെങ്കിൽ വെളുത്ത മുടി അല്ലേ ഉണ്ടാവുക. നിങ്ങൾ നോക്ക്, ചെറുപ്പക്കാരൻ പറയാം നിങ്ങളെ പച്ച കളറുള്ള മുടി ഒന്നിനും കൊള്ളില്ല, വൃത്തിയിലാണ്. നിങ്ങൾക്ക് എന്താ വിഷമമുണ്ടാവോ? എന്താ വിഷമില്ലാത്തത്? നിങ്ങളെ മുടി പച്ചയല്ല കറുപ്പാവണേ ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാത്തത്. നിങ്ങളെ പൊട്ടെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? കഴിവില്ലാത്തവൻ കഴിവെത്തവെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? നിങ്ങൾ അതാണോ എന്ന് നിങ്ങൾക്ക് സംശയം കൊണ്ടല്ലേ. ഇത്രയുമായിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും ഇഷ്ടമാണ്, മനസ്സിലാവോ? അതുകൊണ്ട് മക്കളെ തീരുമാനമെടുത്ത് ഉറപ്പിക്കുക. അരയും തലയും മുറയ്ക്ക് ഒരു തീരുമാനമെടുത്ത് ഉറപ്പിക്കുക. ഞാൻ ഇതിൽ നിന്ന് സീലിംഗ് അടിച്ച് 2-10 അടിച്ചിട്ടേ പോകൂ. ആ ഒരു പ്രവർത്തനമായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തലയിൽ വെറുതെ ആ കിളി അവിടെ പാർപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊത്താൻ അവസരം കൊടുക്കേണ്ട. അത് പറഞ്ഞ ആ കിളി കൂടാനുള്ള അവസരം തലയിൽ കൊടുക്കുക. വട്ടമിട്ട് പറഞ്ഞോട്ടെ, അതിന് കൂടെ തലയിൽ കൊടുക്കരുത്. വേദാദികളിൽ വ്യക്തതയും മറ്റുള്ളവരുടെ തലയിൽ കൊടുക്കരുത്. ഒരു സ്ട്രോങ് മനസ്സോടുകൂടി പ്രവർത്തിക്കുക. ചെയ്യാനുള്ള മനോഹരമായ പ്രവർത്തികൾ ഇനി വരാനിരിക്കുന്നു, പുതിയ പ്രവർത്തികൾ വരാനിരിക്കുന്നു, വലിയ നേട്ടം ഉണ്ടാക്കാനിരിക്കുന്നു. ഞാൻ 2-3 പോയിന്റുകൾ പറഞ്ഞോട് അവസാനിപ്പിക്കാം. നമ്മൾ പണം ഉണ്ടാക്കാമെന്നവരാണ്. പണമില്ലാത്തവൻ പിണം എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് യാഥാർത്ഥ്യമാണ്. പണമില്ലാത്തവൻ യഥാർത്ഥ പിണമാണ്. പണം കൊണ്ട് എല്ലാം നേടിയെന്ന് ഞാൻ പറയില്ല. പക്ഷെ ജീവിതത്തിൽ 90% ആസ്വദിക്കണമെങ്കിൽ പണം ഉണ്ടാകും. എന്താണ് പണം ഉണ്ടാക്കുന്നത്? 3 കാര്യമാണ് പണം ക്രിയേറ്റ് ചെയ്യുന്നത്. മൈ സ്കിൽ മേക്സ് മണി.
എൻ്റെ നൈപുണ്യം, എൻ്റെ കഴിവ്. അതാണ് ആദ്യം പണം ഉണ്ടാക്കുക. ഞാൻ ഒരാളോട് 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് വർക്ക് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ സ്റ്റാർട്ട് ചെയ്യും. സോപ്പിനെ കുറിച്ച്, പേസ്റ്റിനെ കുറിച്ച് ഞാൻ പഠിച്ച് അവതരിപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ പേസ്റ്റ് കൊടുക്കുന്ന 50 രൂപ എനിക്ക് ലാഭമായിട്ട് വരും. എൻ്റെ സ്കിൽ മേക്സ് മണി. മൈ സ്കിൽ മേക്സ് മണി. സെക്കൻഡ്ലി, മൈ പ്രോജക്റ്റ് ആൻഡ് മൈ ടീം ക്രിയേറ്റ്സ് മണി. ഞാൻ ആദ്യം എൻ്റെ സ്കില്ല് കൊണ്ട് ആളുകളെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എന്റെ ടീമും പ്രോജക്റ്റും പിന്നീട് എനിക്ക് പണം ഉണ്ടാക്കി തരും. ഇപ്പൊ എനിക്ക് പണം ഉണ്ടാക്കി തരുന്നത് എന്റെ ടീമാണ്, എന്റെ പ്രോജക്റ്റാണ്. മൂന്നാമത്, മൈ മണി മേക്സ് മണി. എന്റെ പണം പിന്നീട് എനിക്ക് പണം ഉണ്ടാക്കും. ഇപ്പൊ MAOSക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന പണമാണ്. 2000 കോടി തിരുവനന്തപുരത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ലുലുമാൾ ഉണ്ടാക്കിയപ്പോൾ അയാൾക്ക് ആഴ്ചയിൽ ലക്ഷങ്ങളുടെ വരുമാനമായി കൊണ്ടു കൊടുക്കുന്നു. ആയിരക്കണക്കിന് കോടി അങ്ങ് കൊച്ചിയിലും കോഴിക്കോട് നടക്കിയപ്പോൾ ലുലുമാൾ കോടി ഉണ്ടാക്കുന്നു. ആദ്യം അയാൾ മണലാരങ്ങളിൽ കഷ്ടപ്പെട്ട സ്കില്ല് കൊണ്ട് പണം ഉണ്ടാക്കി. പിന്നീട് അയാൾ ഉണ്ടാക്കിയ പ്രോജക്റ്റ് പണം ഉണ്ടാക്കി. ഇപ്പൊ പണം ഉണ്ടാക്കുന്നു. ഈ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വന്ന് കഷ്ടപ്പെട്ടും പണിയെടുത്തും പടപെടുത്തിയും വിജയിച്ചു കയറാൻ വേണ്ടി അവസരം വിനിയോഗിക്കട്ടെ എന്ന് മാത്രം അവസരത്തിൽ പറഞ്ഞുകൊണ്ട്